അപകടം. ലോറി അമിത വേഗതയിൽ ഓവർടേക്ക് ചെയ്തു. പിഴവ് സമ്മതിച്ച് ഡ്രൈവർ. 4 വിദ്യാർത്ഥിനികളുടെ മരണത്തിനിടയാക്കിയ കരിമ്പ പനയമ്പാടത്തെ ലോറി അപകടത്തിൽ അറസ്റ്റിലായ ഡ്രൈവർ പ്രജീഷ് ജോണാണ് പിഴവ് പറ്റിയതായി സമ്മതിച്ചത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു. നരഹത്യാ കുറ്റം ചുമത്തി പ്രജീഷിനെ അറസ്റ്റ് ചെയ്തു. അതേസമയം അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥിനികളുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. മൃതദേഹങ്ങൾ വീടുകളിൽ എത്തിച്ച് പൊതുദർശനത്തിന് വെച്ച ശേഷം തുപ്പനാട് ജുമാ മസ്ജിദിൽ ഒരുമിച്ച് ഖബറടക്കി. ലോക്സഭയിലെ തന്റെ കന്നി പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെയും BJPയെയും രൂക്ഷമായി വിമർശിച്ച വയനാട് MPയും കോൺഗ്രസ് നേതാവുമായ പ്രിയങ്ക ഗാന്ധി. ഭരണഘടനയിന്മേലുള്ള ചർച്ചയിൽ സംസാരിച്ചുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി പാർലമെന്റിലെ തന്റെ ആദ്യ പ്രസംഗം നടത്തിയത്. ഭരണഘടന ജനങ്ങളുടെ സുരക്ഷാ കവചമാണെന്നും ഭരണകക്ഷിയായ BJP അതിനെ തകർക്കാനാണ് ശ്രമിക്കുന്നതെന്നും പ്രിയങ്ക വിമർശിച്ചു. പുഷ്പ 2വിന്റെ പ്രീമിയർ കാണാനെത്തിയ യുവതി തിക്കിലും തിരക്കിലും പെട്ട് മരിച്ച സംഭവത്തിൽ നടൻ അല്ലു അർജുന് ഇടക്കാല ജാമ്യം. സംഭവത്തിൽ താരത്തിനെ വസതിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. ഹൈദരാബാദ് പോലീസിന്റെ ടാസ്ക് ഫോഴ്സ് നടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, ബോധപൂർവം ദേഹോപദ്രവം ഏൽപ്പിക്കൽ എന്നീ കുറ്റകൃത്യങ്ങൾ ചുമത്തി കേസെടുത്തിരുന്നു. തുടർന്ന് ഇടക്കാല ജാമ്യം തേടി അല്ലു അർജുൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ പ്രതി സന്ദീപിന്റെ ജാമ്യാപേക്ഷ തള്ളി സുപ്രീം കോടതി. വിചാരണ വേഗത്തിലാക്കാൻ നിർദ്ദേശിക്കണമെന്ന സന്ദീപിന്റെ അഭിഭാഷകന്റെ ആവശ്യവും കോടതി തള്ളി. സാക്ഷി വിസ്താരം പൂർത്തിയായ ശേഷം ഹൈക്കോടതിയിൽ പുതിയ ജാമ്യാപേക്ഷ നൽകാമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി അറിയാമോ എന്ന് സുപ്രീം കോടതി പ്രതിയോട് ചോദിച്ചു. എന്നാൽ താൻ മാനസിക പ്രശ്നങ്ങളുള്ള ആളാണെന്നായിരുന്നു കോടതിയിൽ സന്ദീപിന്റെ വാദം. തൊടുപുഴ ന്യൂമാൻസ് കോളേജ് അധ്യാപകനായിരുന്ന പ്രൊഫസർ TJ ജോസഫിന്റെ കൈവെട്ടിയ കേസിലെ 3ാം പ്രതിയായ MK നാസറിന് ജാമ്യം. വിചാരണ കോടതി ഉത്തരവ് ചോദ്യം ചെയ്തുള്ള അപ്പീലിലാണ് ശിക്ഷ മരവിപ്പിച്ച് 3ാം പ്രതി നാസറിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. 2010 പരീക്ഷയിലെ ചോദ്യപേപ്പറിൽ മതനിന്ദ ആരോപിച്ച് അധ്യാപകനായിരുന്ന പ്രൊഫസർ TJ ജോസഫിന്റെ കൈവെട്ടുന്നത്. കേസിലെ പ്രതികളായ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ 9 വർഷത്തിലേറെയായി തടവിൽ കഴിയുകയാണ്. ധരിക്കുന്ന വസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകളെ വിലയിരുത്തരുതെന്ന് ഹൈക്കോടതി. ഇത്തരം പ്രവണതകൾ പരിഷ്കൃത സമൂഹത്തിന് അംഗീകരിക്കാനാകില്ല. ധരിക്കുന്ന വസ്ത്രവും പുരുഷ സുഹൃത്തുക്കൾക്കൊപ്പം സമയം ചെലവഴിക്കുന്നതുമടക്കം കണക്കിലെടുത്ത് കുട്ടികളുടെ കസ്റ്റഡി നിഷേധിച്ച കുടുംബ കോടതിയുടെ നടപടിക്കെതിരെ ചെങ്ങന്നൂർ സ്വദേശിനി നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഈ നിരീക്ഷണം. ഏതുതരം വസ്ത്രം ധരിക്കണമെന്നത് സ്ത്രീയുടെ സ്വാതന്ത്ര്യമാണെന്നും അത് കോടതിയുടെ മോറൽ പോലീസിംഗിന് വിധേയമാക്കേണ്ടതില്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ തിരിതെളിഞ്ഞു. ഇന്ന് വൈകിട്ട് 6 മണിക്ക് നടന്ന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നടി ഷബാന ആസ്മി വിശിഷ്ടാതിഥിയായി. അഭിനയ രംഗത്ത് 50 വർഷം തികയ്ക്കുന്ന ഷബാന ആസ്മിയെ ഉദ്ഘാടന ചടങ്ങിൽ ആദരിച്ചു. ഡിസംബർ 13 മുതൽ 20 വരെ 15 തിയേറ്ററുകളിലായി നടക്കുന്ന മേളയിൽ 68 രാജ്യങ്ങളിൽ നിന്നുള്ള 177 സിനിമകൾ പ്രദർശിപ്പിക്കും. റഷ്യ അമേരിക്ക നയതന്ത്ര ബന്ധം ഉലഞ്ഞതിനു പിന്നാലെ അമേരിക്കയിലേക്ക് യാത്ര ചെയ്യരുതെന്ന് പൗരന്മാർക്ക് നിർദ്ദേശവുമായി റഷ്യ. യൂറോപ്പിലേക്ക് യാത്ര ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കണമെന്നും റഷ്യ പൗരന്മാരോട് നിർദ്ദേശിച്ചു. 1962 ക്യൂബൻ മിസൈൽ പ്രതിസന്ധിക്ക് ശേഷം ആദ്യമായാണ് റഷ്യ അമേരിക്ക ബന്ധം ഇത്രയും വഷളാകുന്നത്. കാനഡ, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള യാത്രയും റഷ്യൻ പൗരന്മാർക്ക് അപകടകരമാണെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് വയനാട്ടിൽ നിന്ന് പുതിയ ഒരു താരം കൂടി. കൽപ്പറ്റ സ്വദേശിനിയായ VJ ജോഷിതയ്ക്കാണ് മലേഷ്യയിൽ നടക്കാനിരിക്കുന്ന അണ്ടർ-19 ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീമിലേക്ക് ക്ഷണം ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം വനിതാ പ്രീമിയർ ലീഗിൽ ഡൽഹി ക്യാപിറ്റൽസിന്റെ ബൌളിംഗ് സംഘത്തിലേക്ക് താരം തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഈ വർഷം ബാറ്റിംഗിലും ബോളിംഗിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാനായതാണ് ജോഷിതയ്ക്ക് ഇന്ത്യൻ ടീമിലേക്കുള്ള വഴി തുറന്നത്.